എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 11 അധ്യായം 4 മുതൽ 10 വരെയുള്ള വേദഭാഗം. വെളിപ്പാട് 11:4 മുതൽ 10 വരെ. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദാനമായി വീണ്ടും ദൈവം നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപും പിൻപും പ്രവാചക സാക്ഷ്യം എന്താണെന്നും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എന്താണെന്നും വ്യത്യസ്തമായ തിരുവചന സൂചനകളോടെയാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം വ്യക്തമാക്കുന്നത്. 2 സാക്ഷികൾ എന്ന് ഇവിടെ ഉദ്ദേശിച്ചതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മോശയും ഏലിയാവും എന്നും പത്രോസും പൗലോസും എന്നുമൊക്കെ ചില പഠിതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ ചരിത്രത്തിൽ ജീവിച്ച 2 ആളുകളെ അല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ ചരിത്രപരമായ ബന്ധം അല്ലെങ്കിൽ ഒരു സൂചകോപദേശം മാത്രമാണ്. എങ്ങനെയായാലും 2 സാക്ഷികൾ ആവശ്യമാണ്. ആവർത്തന പുസ്തകം 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 2 സാക്ഷികൾ ഒരു കാര്യം ഉറപ്പാക്കുന്നതിനാവശ്യമാണ്. 2 ഒലിവ് മരങ്ങൾ സഖറിയ പ്രവാചകന്റെ പുസ്തകം 4 അധ്യായത്തിൽ നമുക്ക് കാണാം. അവ ഭരണകർത്താവായ സെരുബ്ബാബേലിനെയും പുരോഹിതനായ യോശുവയെയും പ്രതിനിധീകരിക്കുന്നു. അത് പുരോഹിത രാജാക്കന്മാരും രാജകീയ പുരോഹിതന്മാരുമായി ബന്ധിക്കുന്നതാണ്. 2 നിലവിളക്ക് എന്ന പ്രയോഗത്തിലെ നിലവിളക്ക് വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൽ പറയുന്ന സഭകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയുടെ പീഡനകാലത്ത് പ്രവാചക സാക്ഷ്യം ആവണം ഇവിടുത്തെ സൂചന. അവർ മോശയുടെയും ഏലിയാവിൻ്റെയും, അതായത് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മഹത്വകരമായ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വാക്യത്തിലും രാജാക്കന്മാരുടെ 1 പുസ്തകം 17 അധ്യായത്തിന് 2 വാക്യത്തിലുമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കാവുന്ന വിവരങ്ങളുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്ന ഭയങ്കര ശക്തികളെ തൻ്റെ വായനക്കാർ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയില്ല എന്ന് യോഹന്നാൻ ഉറപ്പ് വരുത്തിയിരിക്കുന്നു. അവരുടെ ശത്രുക്കളെ നശിപ്പിച്ചു കളയുന്ന തീ അവരുടെ വായിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതായത് അവരുടെ സാക്ഷ്യമാണ് വൈരികളെ കുറ്റം ചുമത്തുന്നത്. അവരെ ആക്രമിച്ച് അടക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ നിന്ന് അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ
അവൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും അവർ പങ്കാളികളാകും. ചരിത്ര സംഭവങ്ങൾ കൂടി ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തുവിന് ശേഷം AD 70 നടന്ന ആഭ്യന്തര കലഹങ്ങൾ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നാണ്. യെഹെസ്കേൽ പ്രവചനം 40:3 കാണുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ കണക്കെടുപ്പിനോട് സമാനമാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ കാണുന്ന സംഭവം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അളവുകോലൊക്കെ യെഹെസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണാം. പഴയ നിയമ പ്രവാചകന്മാരുടെ ദൗത്യത്തിന് സമാനമായ ഒരു ദൗത്യം ഇവിടെയുണ്ട്. ദർശകനും 2 സാക്ഷികളും ഏറ്റവും ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിലും ദൈവിക പ്രവൃത്തിയുടെ വാഹകരുമായിത്തീരുന്നു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. മഹാനഗരം യെരുശലേമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സുവിശേഷ സാക്ഷികൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചാണ് പരാമർശം എന്ന് മാത്രം ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ലോകത്തിലുള്ള എല്ലാവരും അവിടെ സന്നിഹിതരാണ്. അവരുടെ മുൻപിലാണ് സാക്ഷികൾ ത്യാഗപൂർവം ഇടപെടൽ നടത്തുന്നത്. ഈ സാക്ഷികൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവത്തോട് അല്ലെങ്കിൽ കർത്താവിനോട് എതിർത്ത് നിൽക്കുന്നവരുടെ അറിവിലേക്കും കൂടിയാണ്. അതാണ് ഇവിടെയുള്ള ദർശനത്തിൻ്റെ യഥാർത്ഥമായ പശ്ചാത്തലം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന്, അതായത് അവർ കാലൂന്നി നിന്നു. 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്. ഈ അനുപമമായ കാഴ്ച കണ്ട് ആദിമസഭയെ ഉപദ്രവിച്ചവർ ഭയന്ന് പോകുന്നതായി തുടർന്നുള്ള വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ടായി എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നമ്മുടെ വായനാ രീതികൾക്കൊപ്പം ചരിത്ര രീതിശാസ്ത്രം കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വേദഭാഗം കൂടുതൽ തെളിവായി നമുക്ക് ബോധ്യമാകും. 7-ാമത്തെ കാഹളം ക്രിസ്തുവിൻ്റെ ലോകരാജ്യത്വം സ്ഥാപിക്കുകയും അത് വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ലോകരാജ്യത്വം പ്രഖ്യാപനം ചെയ്തപ്പോൾ 24 മൂപ്പന്മാർ അതിനെ ആദരപൂർവ്വം അംഗീകരിക്കുകയും നന്ദി പ്രകടനം നടത്തുകയും ചെയ്യുന്നത് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നു. 9-ാം വാക്യത്തിൽ എല്ലാവരും അവരുടെ ശവം കാണും എന്ന ആ പരാമർശത്തെക്കുറിച്ച് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. തങ്ങളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമായ ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും വിളിക്കപ്പെടുന്ന മഹാനഗരം, അത് യെരുശലേം എന്നത് ചരിത്രപരമായി നിലനിൽക്കുന്ന സത്യമാണ്. എന്നാൽ ചരിത്രപരമായ സൂചനകൾ വ്യാപകമായ അർത്ഥം സംവേദനം ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ മഹാനഗരം ഒരുപക്ഷെങ്കിൽ റോമാ നഗരത്തെയാണ് എപ്പോഴും സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള വായനകളുമുണ്ട്. യെശയ്യാവ് യെരുശലേമിനെ സോദോമുമായി താരതമ്യപ്പെടുത്തുന്നത് പോലെ സോദോമിൻ്റെ തിന്മയും മിസ്രയീമിൻ്റെ നിഷ്ഠൂരവാഴ്ചയും വെച്ചു പുലർത്തുകയും ദൈവോദേശത്തിൻ്റെ സാക്ഷികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഏത് സ്ഥലത്തിനും ഈ മഹാനഗരത്തിൻ്റെ ധർമ്മം ആരോപിക്കാം. യോഹന്നാൻ്റെ കാലത്ത് ഈ മഹാനഗരം എന്ന് വിളിക്കപ്പെട്ടിരുന്നത് റോം ആയിരുന്നു. നമുക്ക് ഈ വേദഭാഗം പ്രവാചകന്മാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ച നിഗൂഢമായ മർമ്മം വെളിപ്പെടാൻ ദൈവം തമ്പുരാൻ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ അധികാരത്തെ ഉറപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിനൊരു വലിയ ദിശാബോധം നൽകുന്ന ഒരു കാര്യമാണ് കാഹളം ഊതുന്നതിലൂടെ
വെളിവാക്കപ്പെടുന്നത്. സ്വർഗീയ ദേവാലയത്തിൻ്റെ അവതരണത്തോടുകൂടിയൊക്കെയാണ് 11-ാം അധ്യായം അവസാനിപ്പിക്കാൻ യോഹന്നാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൂടുതൽ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ചരിത്രത്തിൽ ഇടപെട്ട ദൈവിക ഇടപെടലുമായി ബന്ധപ്പെടുത്തി കൂടുതൽ മർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിത ഗന്ധിയായ അനുഭവങ്ങൾ ലഭിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനം ഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഓർക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വായനാഭാഗം, ഞങ്ങളുടെ ചിന്ത കൂടുതൽ ആത്മീയ ഊർജം ഞങ്ങൾക്ക് നൽകുന്നതിന് ഇടയാക്കണമേ. പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അടിയങ്ങളുടെ പ്രവർത്തികളിലും ഞങ്ങളുടെ ആലോചനകളിലും താവേ ഞങ്ങളുടെ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലുമൊക്കെ കൃപ പകരുകയും വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റാനുള്ള ബലം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലും കരുണയും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും കൃപയും ആലോചനയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.